ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ഡിയോ വണ്ടി മിസ്സിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ കാർബേറ്ററിൻ്റെയാണ് കംപ്ലൈൻറ്റ്. പറയാൻ കാരണം നമ്മളതിൻ്റെ കാർബേറ്റർ അഴിക്കുന്ന സമയത്ത് കാർബേറ്ററിൻ്റെ അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ പെട്രോൾ കിടന്ന് മെൽറ്റായ ഒരു അവസ്ഥയിലായിരുന്നു. ഞാനിപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്ത കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് നോക്കിയതാണ് റെഡി ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ ഫംഗസ് പിടിച്ചേക്കണ പോലത്തെ ഒരു അവസ്ഥയാണ് ഇതിനകത്ത്. മൊത്തത്തിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഒരു പൊടി പോലെ ഒന്ന് പൊടിഞ്ഞും പോരും നമ്മൾ. അപ്പോൾ അത് ഓൾറെഡി കാർബേറ്ററിൻ്റെ ഈ നീഡിലുകൾ വന്ന ഭാഗത്ത് ജെറ്റുകൾ വന്ന ഭാഗത്തൊക്കെ കംപ്ലയിൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് വാൽവ് വന്ന ഭാഗത്തും സെയിം പ്രോബ്ലമാണ് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വണ്ടി മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് 100% അത് ക്ലിയർ ആക്കാനും പറ്റില്ല. കാരണം ജെറ്റൊക്കെ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തതിന് ശേഷം ഓടിച്ചു നോക്കി, എന്നിട്ടും ആ മിസ്സിങ് കംപ്ലയിൻറ്റ് അതേപോലെ തന്നെയാണ് നിലനിൽക്കുക. അപ്പോൾ നമ്മളൊരു പുതിയ കാർബേറ്റർ വെച്ച് നോക്കി, പുതിയ കാർബേറ്റർ വെച്ച് നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി വെച്ചാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെയുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കാർബേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ കൺസപ്ഷൻ കൂടുതലാണ്. പെട്രോൾ കൂടുതലെടുക്കുക. ഈ പ്ലഗിന് വലിയ പഴക്കമുണ്ടായിട്ടല്ല, പക്ഷേ പ്ലഗിനകത്ത് നല്ല രീതിയിൽ കാർബൺ അടിച്ചിട്ട് അത് ശരിക്കും അതിൻ്റെ ഉള്ളിലാണ് ഫയറിങ് വരുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്കാണ് അതിൻ്റെ ഫയറിങ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ മാറ്റാൻ കൂട്ടത്തിൽ പ്ലഗും കൂടി മാറ്റി വയ്ക്കുക. കാർബേറ്ററും പ്ലഗും കൂടി മാറ്റിയാലാണ് ഈ കംപ്ലയിൻറ്റ് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും കാർബേറ്റർ അസംബ്ലി വരുമ്പോഴത്തേക്ക് നമുക്ക് 2398 രൂപ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരാം. 2398 രൂപ കാർബേറ്റർ അസംബ്ലിക്ക് വരാം. പിന്നെ പ്ലഗിൻ്റെയും വരും, ഫിറ്റിംഗ് ചാർജും വരും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. കാരണം ഞാൻ അത് അങ്ങനെ ക്ലിയർ ചെയ്താൽ തന്നെയാണ് കംപ്ലയിൻറ്റ് മാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഫ്ലോട്ട് വാൽവ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റാണ്. ഇത് അതിൻ്റെ ഉള്ളിൽ വന്ന് കറക്റ്റായിട്ട് അടയണ സമയത്താണ് നമുക്ക് പെട്രോള് കറക്റ്റ് അളവിൽ നിറഞ്ഞ് കഴിയുമ്പോൾ ഇത് ചെന്ന് അടയുമ്പോഴാണ് പെട്രോൾ കറക്റ്റായിട്ട് കൺട്രോളിലായിട്ട് നിൽക്കുക. ഇത് കൃത്യമായിട്ട് അടയാത്തൊരു കണ്ടീഷനാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ദ്രവിച്ചു പോയൊക്കെ ഹോളിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ചിലപ്പോൾ പെട്രോൾ ഓവർഫ്ലോ ഇത് കാർബേറ്ററിൻ്റെ അടിയിലെ കറുത്ത പൈപ്പ് വഴി പുറത്തേക്ക് ഓവർഫ്ലോ പോകാനായിട്ടുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞതിൻ്റെ കേസ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിസ്സിങ് കാണിക്കുന്നുണ്ട്. അതായത് ആക്സിഡൻറ്റ് ഫുൾ ത്രോട്ടിലെടുത്ത് പോകുമ്പോൾ ഇല്ല, ഏകദേശം ഒരു 20-നും 30-നും ഇടയിലൊക്കെ പോകുമ്പോൾ വിട്ടുവലിവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ പെട്രോൾ കയറി ചെല്ലണത് കൊണ്ട് കൂടിയാണ് ഈ പ്ലഗ് കംപ്ലയിൻറ്റ് വന്നേക്കണേ കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടുക. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.